അതെ, 33 ചോദ്യങ്ങളാണ് കേരളത്തിലെ വന്യജീവി സങ്കേതവുമായി മാത്രം ബന്ധപ്പെട്ട്, കേരളത്തിലെ വന്യജീവി വനങ്ങൾ മാത്രമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചത്. ഇന്ന് നമുക്ക് കേരളത്തിലെ വനം, വന്യജീവികൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു SCERT പാഠഭാഗം, അതിലെ മുഴുവൻ വസ്തുതകളും നമുക്ക് പഠിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ MP. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പുതിയ ആളുകൾ ശ്രദ്ധിക്കുക, ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ട്. അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 2025 സർക്കാർ ജോലി എന്നുള്ള ഒരു മിഷനുമായി നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന ക്ലാസ്സുകളുടെ ഭാഗമാണ്. ഇപ്പോൾ 10th പ്രിലിംസിനുള്ള ക്രാഷാണ്. അതാത് 10th ലെവൽ എക്സാമുകൾ വരുമ്പോൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സൗജന്യമായി എല്ലാ ദിവസവും വീഡിയോ ക്ലാസ്സുകൾ, അതിൽ നിന്ന് ഡെയിലി ഒരു എക്സാം, അതുകൂടാതെ എക്സാമുകളില്ലാത്ത സമയത്ത് അതുപോലെ അതിൻ്റെ PDF നോട്ടുകൾ, എക്സാമുകളൊന്നും വല്ലാതെ വരാത്തൊരു സമയത്ത് ഓരോ സബ്ജക്റ്റും ഡീപ്പായി പഠിച്ചുകൊണ്ട് അതിലെ മുൻകാല ചോദ്യങ്ങളുടെ വിശകലനം എന്നിവ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ സൗജന്യ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ്? ഇത് തപ്പി വേറെ എവിടേക്കും പോകണ്ട, ഇത് വന്യജീവികളുമായി ബന്ധപ്പെട്ട് വരിക കേട്ടോ. പക്ഷേ ഞാൻ ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളിനി കുറേ അന്തർദേശീയ കാര്യങ്ങളും കുറേ ബുക്കുകളൊന്നും പഠിക്കേണ്ട. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഞാൻ ചോദ്യം ഉൾപ്പെടുത്താനുള്ള കാരണം ആ ടെക്സ്റ്റ് ബുക്കിലാണ് ബയോസ്ഫിയറുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റിസർവ് വനങ്ങളെ കുറിച്ചിട്ടുമൊക്കെ SCERT ബുക്കിൽ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ വെറുതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട, ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഒരു പക്ഷിയും പാടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച്, ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ദ സൈലൻറ്റ് സ്പ്രിംഗ് ആണ് കേട്ടോ. ശരിക്കും സൈലൻറ്റ് സ്പ്രിംഗ് ആണ്, ദ സൈലൻറ്റ് സ്പ്രിംഗ് എന്നാണ്. ഇവരാണ്, റേച്ചൽ കാഴ്സൺ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക ശാസ്ത്രജ്ഞ കേട്ടോ. എന്താണ് അവരുടെ പേര്? റേച്ചൽ കാഴ്സൺ. അത് എഴുതിയ ആളുടെ പേരും ഓർത്തിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കാഴ്സൺ 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം എന്ന പുസ്തകം സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പേരിൽ, ഓമന പേരിൽ നേരിടുകയുണ്ടായി. അവരവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് സാധാരണയായിട്ട് വെക്കേഷൻ ആഘോഷിക്കാൻ പോകും. അങ്ങനെ ആഘോഷിക്കാൻ പോയപ്പോൾ അവിടെ പതിവായിട്ട് അവർ പക്ഷികൾ പാടുന്നത് കാണാറുണ്ടായിരുന്നു. ആ കൊല്ലം പക്ഷികൾ പാടുന്നത് കണ്ടില്ല. ഒരു പത്രപ്രവർത്തകയായിരുന്നു. അപ്പോൾ അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, എന്തുകൊണ്ട് പക്ഷികളെ കാണുന്നില്ല, പക്ഷികൾ പാടുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് വ്യാപകമായിട്ട് DDT തളിച്ചത് കാരണം പക്ഷികൾ അവിടെ നിന്ന് ഇല്ലാതെയായി മാറി. ഓക്കെ, അപ്പോൾ കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറുജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചെത്തൊടുങ്ങുന്ന കാര്യം റേച്ചൽ കാഴ്സൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. അപ്പോൾ സൈലൻറ്റ് സ്പ്രിംഗ്, റേച്ചൽ കാഴ്സൺ അല്ലേ, DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെയാണ്. ഇത് ക്യാൻസറിന് വഴിവെക്കുമെന്നും പഠന റിപ്പോർട്ടുകളിലൂടെ അവർ സമർത്ഥിച്ചു. അങ്ങനെ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. നമ്മൾ വ്യാപകമായിട്ട് വല്ലാതെ പരത്തി പഠിക്കേണ്ടെന്ന് മാത്രം. എന്നാൽ വനം, വന്യജീവികളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, മുൻകാല ചോദ്യങ്ങളെ കൂടി ആശ്രയിക്കുക. 10th പ്രിലിംസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. ഇപ്പോൾ ക്ലാസ് മുഴുവൻ കാണുക, തീർച്ചയായും നിങ്ങൾക്ക് വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷയിൽ വളരെ സഹായകമാണ്. ഓക്കെ, ഇനി ആ പുസ്തകത്തിൽ പറയുന്ന 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. വിവിധ കാരണങ്ങളാൽ വംശനാശ ഭീഷണി നേരിടുന്ന വിവിധ തരം ജീവജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അശോകമരം, മരമഞ്ഞൾ, ഓർത്തു വെച്ചോളൂ, അശോകമരം, മരമഞ്ഞൾ, മലബാർ വെരുക്, വരയാട്, സിംഹവാലൻ കുഴങ്ങ്, മലമുഴക്കി വേഴാമ്പൽ. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗങ്ങളാണ്. ഏതെല്ലാമാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗങ്ങൾ എന്ന പട്ടികയിൽ നമ്മൾ പെടുത്താൻ പറ്റാവുന്നത്? മലമുഴക്കി വേഴാമ്പൽ, സിംഹവാലൻ കുരങ്ങ്, വരയാട്, മലബാർ വെരുക്, അതുപോലെ തന്നെ മഞ്ഞൾ, മരമഞ്ഞൾ, വെറും മഞ്ഞളല്ല, മരമഞ്ഞൾ, അശോകമരം. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗങ്ങളാണ്.
പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം ഭീഷണിയിൽ അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. അല്ലേ? കേരളം എങ്ങനെ കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയുടെ ഈ ഭാഗത്ത് കേരളം എങ്ങനെ കടക്കുകയാണെങ്കിൽ അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്. കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ അറബിക്കടൽ കിടക്കുന്നുണ്ട്. എത്ര കിലോമീറ്ററാണ്? 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യം. ഓർത്തു വെച്ചോളൂ. 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി, അതും ഓർത്തു വെച്ചോളൂ. പുസ്തകത്തിൽ പറയുന്നത് കൊണ്ടൊരു ചോദ്യമായിട്ട് വരാം. 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യമുണ്ട്, 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുണ്ട്. ഓക്കെ, ജൈവ വൈവിധ്യ സമ്പന്നമാണ് പശ്ചിമഘട്ടം. അപ്പോൾ അറബിക്കടലിന് സമാന്തരമാണ്. കേരളം മുതൽ ഗുജറാത്ത് വരെ ഉണ്ട്. ഏറ്റവും താഴ്ന്ന പ്രദേശം പാലക്കാടാണ്. അതിനെയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. ഓക്കെ, ആ പാലക്കാട് ചുരത്തിലൂടെയാണ് നമ്മുടെ മൺസൂൺ കുറച്ചെങ്കിലും തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അതേ പാലക്കാടൻ ചുരത്തിലൂടെയാണ് ഉഷ്ണമേറിയ കാറ്റ് കേരളത്തിലേക്കും വരുന്നത്, പാലക്കാടിനെ ചുട്ടുപൊള്ളിക്കുന്നത്. ഇപ്പൊ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഓക്കെ പാലക്കാടൻ ചുരം. 40 കിലോമീറ്ററിലേറെ വീതിയുണ്ട് പാലക്കാടൻ ചുരത്തിന്. ഇതൊക്കെ PSC പരീക്ഷകളിൽ അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. പശ്ചിമഘട്ടത്തിന് 1500 കിലോമീറ്റർ നീളമുണ്ട്, 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുണ്ട്. ജൈവ സമ്പന്നമാണ്, ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട്, ജീവജാലങ്ങളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് പശ്ചിമഘട്ടം. അപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായ ജീവികൾ ഇവിടെ കാണപ്പെടുന്നു. കേരളത്തിലെ കാടുകളിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? ചോദിച്ചതാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വിശദമായി കിട്ടില്ല. മുൻകാല ചോദ്യങ്ങളിലുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ കാടുകളിലെ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം, ആ വിഭാഗം എന്ന് പറയുന്നത് ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. ഏതാണ് അതിൻ്റെ പേര്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഇത്തരം സ്വാഭാവിക സസ്യജാലങ്ങളെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് വിശദമായി 9ാം ക്ലാസ്സിലെ പാഠത്തിൽ പറയുന്നുണ്ട്. 3 പാഠങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ സ്വാഭാവിക സസ്യപ്രകൃതിയെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് 9ാം ക്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ 3 പാഠങ്ങളിൽ അത്തരം ചോദ്യങ്ങളൊക്കെ PSCക്ക് വരാറുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ 33 ചോദ്യങ്ങൾ കേരളത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ആർദ്ര ഇലപൊഴിയും കാടുകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ. അവയ്ക്ക് മൺസൂൺ വനങ്ങൾ എന്നും പറയും. ഈ മൺസൂൺ വനങ്ങൾ എന്ന് പറഞ്ഞാൽ മഴക്കാടുകളാണ്. ആർദ്ര ഇലപൊഴിയും വനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ അഥവാ മൺസൂൺ വനങ്ങൾ, ഇവ മഴക്കാടുകളാണെന്ന് കൂടി ഓർക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം അതാണ്. ആർദ്ര ഉപോഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. എന്താ ഒന്നുകൂടി ഓർത്തോളൂ. ഉപോഷ്ണമേഖല, ആർദ്ര, ഉഷ്ണമേഖലയല്ല, ഉപോഷ്ണമേഖല, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ മഴക്കാടുകൾ, അങ്ങനെയും പറയാം. മൺസൂൺ കാടുകളെന്നോ മഴക്കാടുകളാണ് ഇവ. അപ്പോൾ മഴക്കാടുകളാണ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? ദേശീയോദ്യാനമാണ്. 5 ദേശീയോദ്യാനങ്ങളിൽ 4 ഇടുക്കിയിലാണ്. ഒരു ദേശീയോദ്യാനം മാത്രമാണ് പുറത്തുള്ളത്. കേരളത്തിലെ വനവുമായി ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഈ 33 ചോദ്യങ്ങളിൽ ഒരു 8-9 ചോദ്യങ്ങൾ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നമ്മൾ സൈലന്റ് വാലിയെക്കുറിച്ച് പറയും. മറ്റെല്ലാ ദേശീയോദ്യാനങ്ങളെക്കുറിച്ചും വനങ്ങളെക്കുറിച്ചും വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് പറയും. അവസാനം വരെ കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം ഗുണം ലഭിക്കും. അവസാനം വരെ കണ്ടവർ അവസാനം ഒരു കമൻറ്റ് എല്ലാവരും കമൻറ്റ് പറയൂ. അവസാനം വരെ കണ്ടവർ എങ്ങനെയുണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു, അവസാനം വരെ കണ്ടോ എന്ന് പറഞ്ഞാലും നന്നായി. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ, മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകളാണ്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ അഥവാ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ട മലനിരകളാണ്. ഓക്കെ, കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണം സൈലന്റ് വാലി. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ, കേരളത്തിൽ ഒരൊറ്റ ചന്ദന നിർമ്മാണ ഡിവിഷനേ ഉള്ളൂ. അത് മറയൂരാണ്. മറയൂർ ശർക്കര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയാൽ കാണാം നിങ്ങൾ. മറയൂർ ശർക്കര എന്ന് പറഞ്ഞു. മറയൂർ ശർക്കരയും പ്രസിദ്ധമാണ്.
അപ്പൊ കേരളത്തിൽ ചന്ദന ഡിസ്റ്റിലറിയുള്ള, ചന്ദന നിർമ്മാണ ഡിവിഷനുള്ള ഏക സ്ഥലം മറയൂരാണ്. മറയൂർ ഇടുക്കിയിലാണ്. മറയൂരിലെ മറ്റൊരു പ്രത്യേകതയാണ് മുനിയറകൾ. പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. മുനിയറകൾ എന്ന് പറഞ്ഞാൽ മഹാശിലാ കാലഘട്ടത്തിൽ അവിടുത്തെ ഗോത്രത്തലവന്മാരെ സംസ്കരിക്കാനെടുത്ത സ്ഥലമാണ്. രണ്ട് കല്ലുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും, ആ കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ലുണ്ടായിരിക്കും, ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അവിടെയാണ് അവരെ സംസ്കരിച്ചതെന്നാണ് പറയുന്നത് മുനിയറകൾ. മറയൂരിൽ പോയാൽ നിങ്ങൾക്ക് മുനിയറകൾ കാണാം. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാ? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ? ഇടുക്കിയാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അപ്പോൾ വനവിസ്തൃതി കൂടിയ ജില്ല, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, എന്നാൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല, വനമുള്ളതുകൊണ്ട് ജനം കുറവാണ്, ഇടുക്കിയാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ലയോ? ആലപ്പുഴയാണ്. വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല അല്ലെങ്കിൽ വനം ഒട്ടും ഇല്ലാത്ത ജില്ല എന്ന് നമുക്ക് ആരെ പറയാം? ആലപ്പുഴയെ പറയാം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല വയനാടാണ്. ശതമാനക്കണക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏതാണ്? വയനാടാണ്. ഒരൊറ്റ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ജനസാന്ദ്രത കുറവുള്ള ജില്ലയാണ് ഇടുക്കി. അങ്ങനെയാണെങ്കിൽ വനവിസ്തൃതി കുറവുള്ള ജില്ല ആലപ്പുഴ എന്ന് പറയുമ്പോൾ ആലപ്പുഴയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. ഓക്കെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേരളത്തിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാടാണ്. ഓർത്തു വയ്ക്കുക, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാടാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി, തൃശ്ശൂര്. അതേസമയം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാടാണ്. ഇതേ പുസ്തകത്തിൽ കേരളത്തിലെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് തരത്തിലാണ് വന സംരക്ഷണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വനം എന്നുള്ള ആവാസ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സസ്യജാലങ്ങൾ, അപൂർവങ്ങളായ സസ്യജാലങ്ങൾ ഒക്കെ നമ്മൾ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മൊത്തം സസ്യജാലങ്ങളെ സംരക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അതിലൊരു വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓർത്തു വെച്ചോ, രണ്ട് വിഭാഗമുണ്ട്. ഇന്നേ വരെ PSC ചോദിച്ചിട്ടില്ല, സാധ്യതയുണ്ട്. കാരണം 8ാം ക്ലാസ്സിലെ പാഠമാണ്, അതിൽ ഈ ഭാഗം വൃത്തിയായി പറയുന്നുണ്ട്. ഒരിക്കൽ ചോദ്യകർത്താവിൻ്റെ കണ്ണിലുടക്കിയാൽ അത് ചോദ്യമായിട്ട് വരുമെന്ന് ഉറപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ആ ചോദ്യം പ്രതീക്ഷിക്കാം. നമുക്ക് അത്തരം സ്ഥാപനങ്ങളിൽ ഒന്നാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പാഠഭാഗം വായിച്ച ആൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? രണ്ട് തരത്തിലാണ് നമ്മൾ നമ്മുടെ ആവാസ സസ്യജന്തുജാലങ്ങളെ സംരക്ഷിക്കുന്നത്. രണ്ട് അപ്രോച്ച് ഉണ്ട് അതിന്. ആ അപ്രോച്ചിനെ കുറിച്ച് ആ പാഠത്തിൽ പറയുന്നുണ്ട്. ഇതേവരെ PSCകളിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ബുക്കിൽ നിന്നാണ് ഇപ്പോൾ കണ്ടില്ലേ നേരത്തെ ഒരു ചോദ്യം വന്നത്. സുവോളജിക്കൽ ഗാർഡനുകൾ അതിൽപ്പെട്ടതാണ് ഈ സ്ഥാപനങ്ങൾ. രണ്ട് തരത്തിലുള്ള പെട്ട സ്ഥാപനങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ സ്ഥാപനങ്ങൾ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. സുവോളജിക്കൽ ഗാർഡനുകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ സുവോളജിക്കൽ ഗാർഡനുകൾ? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കും. അവയുടെ ആവാസ വ്യവസ്ഥയിലല്ല. അതിനെ, ആ ജന്തുക്കളേനെ സുവോളജിക്കലാണ്, ആണ്, മൃഗങ്ങളെയാണ്, ജന്തുക്കളെയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല, സുവോളജിക്കൽ ഗാർഡനാണ്. ഓർക്കുക, സുവോളജിയും ബോട്ടണിയൊന്നും പഠിക്കാത്തവരങ്ങനെ ഓർത്തോളന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മൃഗങ്ങളെയാണ്, ജന്തുക്കളെയാണ് പ്രത്യേകമായി വസിപ്പിക്കുന്നു. എന്നിട്ട് വംശവർദ്ധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കും. അങ്ങനെയുള്ള സംരക്ഷണ കേന്ദ്രമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ എക്സ്റ്റിങ്ക്റ്റ് ഇൻ വൈൽഡ് ലൈഫ് സംരക്ഷണ കേന്ദ്രം കൂടിയാണിവ. വനമേഖലയിൽ അത് നശിച്ചുപോയിരിക്കുന്നു. അവയെ പ്രത്യേകമായി പാർപ്പിച്ച് അവയ്ക്ക് വംശവർദ്ധനമുള്ള സാഹചര്യം ഒരുക്കുന്ന സ്ഥലങ്ങളാണ്. ഇനി മറക്കരുത്, പരീക്ഷയ്ക്ക് വന്ന ഗോളടിക്കണം. അത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന കാര്യമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. ഓക്കെ.
കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്. തിരുവനന്തപുരത്തുമുണ്ട്, തൃശ്ശൂരുണ്ട്. കൂടാതെ തൃശ്ശൂർ പീച്ചിയിൽ എന്തുണ്ട്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. മറ്റൊന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. എന്തായിരിക്കും? സുവോളജി മൃഗങ്ങളുമാണെങ്കിൽ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണിവ. അവിടെയും സംരക്ഷണമാണ് നടക്കുന്നത്. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് തിരുവനന്തപുരം, പാലോട്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫുൾ ഫോം അല്ല, അതിൻ്റെ ഷോർട്ട് ഫോമും കൂടി എഴുതി വെച്ചോളൂ. JNTBGRY. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത്, പാലോടാണ്. തിരുവനന്തപുരത്ത് തന്നെ സുവോളജിക്കൽ ഗാർഡനുമുണ്ട്, തൃശ്ശൂരിലുമുണ്ട്. എന്നായിരിക്കും തിരുവനന്തപുരത്തും തൃശ്ശൂരും നിങ്ങൾ സുവോളജിക്കൽ ഗാർഡനിൽ പോയിണ്ടാവും. എന്താണ് അതിന്റെ പേര്? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് കമന്റ് ചെയ്ത് നോക്ക്. അപ്പൊ തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട് സുവോളജിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്ത്, പാലോട്, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ഒളവണ്ണയിലുണ്ട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇതുവരെ പ്രിലിംസിന് ചോദിച്ചിട്ടില്ല, മറ്റത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ പ്രത്യക്ഷപ്പെടാം. കോഴിക്കോട് ഒളവണ്ണയിലാണ്. എന്താണ് അതിൻ്റെ പേര്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. മലബാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കോഴിക്കോടാണ് അല്ലേ? മലബാർ എന്ന് പറയുമ്പോൾ കോഴിക്കോടാണ്. ജീൻ ബാങ്കുകൾ. ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്, അത് കൂടാതെ ജീൻ ബാങ്കുകൾ. എന്താ ജീൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. വിത്തുകളും ജീനുകളും സംരക്ഷിക്കുകയും ദീർഘകാലത്ത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. അങ്ങനത്തെ ജീൻ ബാങ്ക് ഉണ്ട്. അതാണ് തിരുവനന്തപുരത്ത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. നോക്കൂ, അപ്പൊ ഇത് മൂന്നുമുള്ളൊരു സ്ഥലം തിരുവനന്തപുരമാണ്. അതിൽ പിന്നെ നമുക്കറിയാം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട് ഒളവണ്ണയിലുമുണ്ട്. സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരുമുണ്ട്. ബാക്കി ഈ മൂന്നെണ്ണത്തിലും പെട്ടതുള്ളത് തിരുവനന്തപുരത്താണ്. അതിൽ മറ്റേ തിരുവനന്തപുരം സുവോളജിക്കൽ ഗാർഡൻ തന്നെ. തിരുവനന്തപുരം ബൊട്ടാണിക്കൽ ഗാർഡന് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഴിക്കോട് ഒളവണ്ണയിൽ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇവിടെ എത്തുമ്പോൾ നെഹ്റുമായി രാജീവ് ഗാന്ധി ആയി എന്ന് മാത്രം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലേ? ഇതിന് സെപ്പറേറ്റ് ആയിട്ട് എന്തിനാണ് പഠിക്കുന്നത്? SCRT ബുക്കിൽ ഇങ്ങനെ തന്നെ തന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ പഠിക്കല്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ അവതരിപ്പിച്ചു തന്നത്. കണക്ട് ചെയ്ത് പഠിച്ചോളൂ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമേത്? 10th പ്രിലിംസിൽ വന്നതല്ല. ഈ 33 ചോദ്യങ്ങളിൽ നേരത്തെ ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ തരുന്നതാണ്. പരീക്ഷയ്ക്ക് വന്നേക്കാം. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നിയിലാണ്. LGS വാരിയസ് SR LGS വാരിയസിന് ചോദിച്ചതാണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്. അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിൽക്കില്ല. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ പഠിച്ചോളൂ. സമയമില്ലാത്തവർ ഇത്രയെങ്കിലും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, കോന്നിയിലാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ 10th പ്രിലിംസിന് ചോദിച്ചതല്ല, പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് ചോദിച്ചതാണുള്ളത്. ഫോറസ്റ്റുകാർക്ക് മാത്രമല്ല, സ്ഥിരം PSC പരീക്ഷയ്ക്ക് വരുന്നതാ. ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് SCRT ബുക്കിലുണ്ട്. ആ കനോലി പ്ലോട്ട് നിലമ്പൂരിലാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം നിർബന്ധമായി. HV കനോലിയാണ് 1500 ഏക്കറിൽ വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം അറിയപ്പെടുന്നതാണ് കനോലി പ്ലോട്ട്. ഈ 1500 കിലോമീറ്റർ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ നീളത്ത് കടക്കുകയാണ് കേരളം മുതൽ ഗുജറാത്ത് വരെ. 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓർമ്മണ്ട? പശ്ചിമഘട്ട മലനിരകൾ 1500 കേട്ട അപ്പം അവിടെ കണക്ട് ചെയ്യിപ്പിക്കണം. കാരണം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ് മക്കളെ, കണക്ഷൻസ് ആണ്. ഓർമ്മയിൽ നിർത്താൻ നിങ്ങളുടെ ഓർമ്മ 10 ഇരട്ടി വർദ്ധിപ്പിക്കാനുള്ള വഴികളുണ്ട്. ഓക്കെ,
PSCക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ സ്മാർട്ടായിട്ടുള്ള വഴികളിലൂടെ പഠിക്കുക. HV കനോലി നിലമ്പൂരിനെ 1500 ഏക്കറിൽ വെച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടമാണ് കനോലി പ്ലോട്ട്. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമാണിത്. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമാണ് നിലമ്പൂർ കനോലി പ്ലോട്ട്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് നിലമ്പൂരുള്ളത്. വെളിയന്തോടാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം. ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം. എന്നാൽ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരവും നിലമ്പൂരിലാണ്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം, ഏക തേക്കിൻ തോട്ടം, ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം, തേക്ക് മ്യൂസിയം, ഇതൊക്കെ നിലമ്പൂരിലുണ്ട്. എന്നാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കാണപ്പെടുന്നത് അത് നിലമ്പൂരല്ല, അത് കന്നിമരം പറമ്പിക്കുളം സാങ്ച്വറിയിലാണ്. പറമ്പിക്കുളം, പാലക്കാട് വന്യജീവി സങ്കേതം, പാലക്കാടുള്ള വന്യജീവി സങ്കേതം, കാട്ടുപോത്തുകൾക്ക് പ്രസിദ്ധം. വന്യജീവി സങ്കേതങ്ങൾ ഓർക്കുമ്പോൾ അത് ഏതിന് പ്രസിദ്ധമാണെന്ന് കൂടി ഓർക്കണം. അവിടുത്തെ അപൂർവ വന്യജീവി ജാലങ്ങൾ ഏതാണെന്നും കൂടി ഓർക്കണം. അതാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം കാട്ടുപോത്തുകൾക്ക് പ്രസിദ്ധമാണ്. ആനയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയുള്ള കന്നിമരം, പറമ്പിക്കുളം സാങ്ച്വറിയിലുള്ള കന്നിമരമാണ് ലോകത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കാണപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ മഹാവൃക്ഷ പുരസ്കാരം ഈ കന്നിമരത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ തേക്കിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച കേരളത്തിലെ മരമാണ്. ഒരു പ്രദേശത്തിന്റെ പേരിൽ ഇപ്പൊ ആറന്മുള കണ്ണാടി ജിയോ ടാഗ് ലഭിച്ച ഒന്നാണ്, ആറന്മുള കണ്ണാടി. പക്ഷെ അതേപോലെ ജിയോ ടാഗ് ലഭിച്ച കേരളത്തിലെ മരമാണ് നിലമ്പൂർ തേക്ക്. നിലമ്പൂർ തേക്ക് അങ്ങനെ ലോക പ്രശസ്തമാണ്. നിലമ്പൂരിന്റെ മണ്ണിന്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആ തേക്ക് ലോകത്തിലൊട്ടാകെ പ്രസക്തമാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളുടെയും പേരും ജില്ലയും നിങ്ങൾ ഓർത്തിരിക്കണം. 10th പ്രിലിംസിന് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ്, അതിൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പഴയകാല ക്വസ്റ്റ്യൻസിൽ നിന്ന്, ചോദ്യങ്ങളിൽ നിന്ന് ട്രെൻഡ് മനസ്സിലാക്കിയാണ് നിങ്ങൾ സ്മാർട്ടായിട്ട് പഠിക്കേണ്ടത്. അപ്പോ പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറത്താണ് എന്ന് പറയുന്നു. തെറ്റാണത്, പാലക്കാടാണ്. പറമ്പിക്കുളി വന്യജീവി സങ്കേതം പാലക്കാടാണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. പീച്ചി ശരിയാണ്, വാഴാനി, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഓർക്കണം തൃശ്ശൂരാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം വനം വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വഴുതക്കാടാണ്. മാറിപ്പോണ്ട. ഓക്കെ, നെയ്യാർ വന്യജീവി സങ്കേതമോ തിരുവനന്തപുരമാ? കറക്റ്റാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സിംഹങ്ങളുടെ സഫാരി പാർക്കുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ്. നെയ്യാർ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്കാണ്. അതറിയുന്ന ഒരാൾക്ക് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കണ്ടോ? കണക്ട് ചെയ്ത് ഓർത്തു വെച്ചാൽ ഇത് 2ഉം 3ഉം മാത്രമാണ് ശരി. അതുകൊണ്ട് ഇവിടെ ഉത്തരം ബി ആണ്, 2ഉം 3ഉമാണ്. നെയ്യാറും അതുപോലെ തന്നെ പേപ്പാറയുമാണ് തിരുവനന്തപുരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കാം. നെയ്യാറും പേപ്പാറയും. നിങ്ങൾ പേപ്പർ റോസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? പേപ്പർ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശ. ഞങ്ങളുടെ നാടുകളിലൊക്കെ കിട്ടും. നെയ്യിലിങ്ങനെ നൈസായിട്ട് ദോശ കിട്ടും. പേപ്പർ റോസ്റ്റ് എന്നാണ് പറയുക. അതുപോലെ കഴിച്ചാൽ മതി. നെയ്യിലാണ് ഉണ്ടാക്കുക പേപ്പർ റോസ്റ്റ്. നെയ്യുള്ള പേപ്പർ റോസ്റ്റ് അത് തിരുവനന്തപുരത്ത് നമ്മൾ കഴിച്ചു. ഭക്ഷണം കഴിച്ച് പോവാൻ നമുക്ക് വിവിധ വന്യജീവി സങ്കേതങ്ങളിലൂടെ പോവാണ്. തിരുവനന്തപുരത്ത് നിന്ന് പേപ്പർ റോസ്റ്റ് പോയി കൊല്ലത്തെത്തി. അപ്പൊ അവിടെ ഒരു തരുണിയെ കണ്ടു, സ്ത്രീനെ കണ്ടു. ചുമന്നു തൊടുത്ത ഒരു തരുണി. ചുമന്ന് തൊടുത്ത, നമ്മൾ ഇന്നേ വരെ അങ്ങനത്തെ ഒരു തരുണിയെ കണ്ടിട്ടില്ല. ചുവന്ന നിറത്തിൽ, വെള്ളയല്ല, കറുപ്പല്ല, നമ്മുടെ പോലെ തവിട്ട് കളറല്ല, ചുവന്ന നിറത്തിലുള്ള ഒരു തരുണി. അവളുടെ പിന്നാലെ നമ്മൾ എവിടേക്ക് പോയി? ചെന്തരുണി, കൊല്ലത്തെ ചെന്തരുണിയിലേക്ക് പോയി. തിരുവനന്തപുരത്ത് നമ്മൾ നെയ്യിൽ പേപ്പർ റോസ്റ്റ് കഴിച്ച് നമ്മൾ കൊല്ലത്ത് എവിടേക്ക് പോവുകയാണ്? ചെന്തരുണിയിലേക്ക് പോയി. പക്ഷെ ആ യുവതി എങ്ങനെയായിരുന്നു? നമ്മൾ കഥകൾ ഉണ്ടാക്കി പഠിക്കുക. ബിക്കോസ് കഥകൾ, സ്റ്റോറികൾ മനുഷ്യൻ ഓർക്കും.
മാത്രമല്ല അതിൽ അതിശയൊക്കെ ചേർക്കണം. നമ്മൾ കൊല്ലത്ത് പോയ ഈ തരുണി എന്ന് പറയുന്നത് ഒരു അസാധാരണ സ്ത്രീയായിരുന്നു. ആ മായയിൽ പോയ നമ്മൾ പെട്ടെന്ന് ഒരു പെരിയ ആറിലേക്കാണ് വീണത്. ആ പെരിയാറിൽ നമ്മൾ ഇടുങ്ങി, പെരിയാറാണെന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ആറിലേക്ക് വീണു. പക്ഷേ നമ്മളൊരു കുടുക്കിൽ ഒരു ഇടുങ്ങി കിടക്കുകയാണ്. ഇടുക്കിയാണ് പെരിയാർ, ഇടുക്കിയാണ്. ആനകളുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. നമ്മൾ ആ ഇടുക്ക് കടന്നിട്ട് പെരിയാറും ചിന്നാറും ഇടുക്കിയിലാണ്. പെട്ടെന്നതാ മലകളൊക്കെ ചെറുതായി കുറഞ്ഞു വന്നു. കുറിഞ്ഞി മല ചെറുതായ മലയായി. അതിൽ മുഴുവൻ പെട്ടെന്നതാ പൂക്കൾ വിരിയും, കുറിഞ്ഞിപ്പൂക്കൾ വിരിയും. അവിടെ കുറിഞ്ഞിപ്പൂക്കൾ വിരിയുകയാണ്. ആ ഇടുക്കിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ്. വെള്ളം നമ്മുടെ തോളത്ത് കൂടെയൊക്കെ ഇങ്ങനെ ചീറി പായുന്നുണ്ട്. നിങ്ങളത് ഓർക്കണം. അപ്പൊ കുറിഞ്ഞിമല, ചിന്നാറ്, ആന ചിഹ്നം വിളിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം. കൊല്ലത്തുനിന്നാണ്, ചെന്തരുണിയിൽ നിന്ന്, കൊല്ലത്തുനിന്ന് അവളെ പിന്നാലെ പോയപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എവിടേക്ക് വീണത്? ഒരു വലിയ പെരിയാറിലേക്ക് വീണത്. നമ്മൾ ആ ചെന്തരുണിയുടെ മുകളിൽ കൂടെ അവളൊരു മരത്തിന്റെ മുകളിൽ കയറി. നമ്മളും ഏതോ ഒരു മായിക ലോകത്തിട്ട് ആ മരത്തിന്റെ മുകളിലേക്കായിട്ട് കയറി പോവുക ചെയ്തു. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി. അത് കഴിഞ്ഞ് പെരിയാർ വന്യജീവി സങ്കേതം. അവിടുന്ന് ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല. ഒരു ചെടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല. ഒരു ചെടിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചെന്തരുണി. എന്നിട്ടോ നമ്മൾ കുറിഞ്ഞിമലയിൽ അങ്ങനെ അവിടെ മലകളൊക്കെ ചെറുതായി, അതിലൊക്കെ പൂക്കളായി. നമുക്ക് ഒരു തട കിട്ടി. ആ തടയിൽ നമ്മൾ ആ കാട്ടിലേക്ക് കയറി. നിറച്ച് വെള്ളത്തിലാ, പക്ഷെ നമ്മൾ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. നമുക്ക് വലിയ ദാഹം. നമ്മളപ്പോൾ ഒരു കുളം കണ്ടു. ആ കുളത്ത് കയറി, കുളത്തുനിന്ന് വെള്ളം കുടിച്ചു. ഇപ്പൊ തരുണി നമ്മളോടൊപ്പം ഇല്ല. ആ കുളത്തുനിന്ന് നമ്മൾ അത്ഭുതകരമായിട്ട് ആ കുളത്തുനിന്ന് നമ്മൾ തിരിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ എറണാകുളം ടൗണിലേക്കാണ് വന്നത്. ഇന്നത്തെ ദിവസം ഭയങ്കര അത്ഭുതമാണല്ലോ അല്ലേ? ഒരു വേം ഹോൾ എന്നൊക്കെ പറയും. പ്രപഞ്ചത്തിൽ വേം ഹോൾസ് ഉണ്ട്. ആ വേം ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലകാലങ്ങളിലൂടെ പെട്ടെന്ന് നടന്നു പോകാൻ പറ്റും. അതുപോലെ ഒരു വേം ഹോളിലൂടെ കടന്നു പോവുകയാണ്. പെട്ടെന്ന് നമ്മൾ എറണാകുളം ടൗണിൻ്റെ അടുത്തേക്ക്. ആ കുളത്തിന്റെ മറുകര എറണാകുളം ടൗൺ ആണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ജനത്തിരക്കിലാണ്. ആ ജനത്തിരക്കിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്ന് ഇരിക്കണം. അയ്യോ, ഒന്ന് ഈ ജനത്തിരക്കിൽ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചപ്പോൾ നമ്മൾ അവിടെ മംഗളമായ ഒരു വനം കാണുകയാണ്. ആ തിരക്കിൽ നിന്നൊഴിഞ്ഞ് ശുദ്ധവായു കിട്ടുന്ന കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന മംഗളവനത്തിലെത്തുകയാണ്. അവിടെ നമ്മൾ കുറച്ചു നേരം ഇരുന്നു. കണ്ണൊന്ന് ചിമ്മി ആ സമയം മാത്രം പൊലിഞ്ഞു പോയി. അവിടെ പെട്ടെന്ന് നമ്മൾ ഷൂ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരെത്തി. ഷൂ എന്ന് പറഞ്ഞ കണ്ണൊന്ന് ചിമ്മിയിട്ടേ ഉള്ളൂ. അതാ പെട്ടെന്ന് എറണാകുളത്ത് നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നു. ചിമ്മിനി തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെത്തിയപ്പോ നമ്മൾ എന്ത് വിചാരിച്ചു? ഇനി അവിടെ പീച്ചി ഉണ്ടല്ലോ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോയി പീച്ചി, വാടാനി, തൃശ്ശൂർ അങ്ങനെ നിന്ന് ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴതാ പാലക്കാട്ടേക്ക് അതാ വണ്ടി കാണുന്നു. തൃശ്ശൂർ ടൗണിൽ എപ്പോഴും പാലക്കാട്ടേക്ക് വണ്ടി ഉണ്ടാവും. പാലക്കാട്ടേക്ക് ഒരു വെച്ചു പിടിച്ചു. അപ്പോഴാണ് ഏകദേശം 4 മണിയായിരിക്കുന്നു. കുളിച്ചിട്ടില്ലേ, ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പറമ്പിലെ കുളത്തിൽ കയറി കുളിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെവിയിലേക്ക് വെള്ളം കയറി. നമ്മുടെ ചെവി ചൂള വിളിക്കാൻ തുടങ്ങി. പാലക്കാട് തന്നെയാണ് ചൂളന്നൂർ. എന്തായാലും നമ്മൾ എന്ത് ചെയ്തു? വെള്ളം പോവാൻ നമ്മൾ എന്താ ചെയ്യുക? പണ്ടാണെങ്കിൽ ചെവിയിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ തുള്ളും, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടും. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു? എങ്ങനെയാ ചൂളം പോകാൻ വേണ്ടി ഒരു മല കയറാൻ തീരുമാനിച്ചു, മലബാർ. അപ്പം നമ്മളോടൊപ്പം ഒരു കോഴിയും കൂടി, മലബാർ, കോഴിക്കോട്. അത് കഴിഞ്ഞ് കോഴിക്കോടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പിന്നീട് ആ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രവാസന കവാടം തുറന്നു. ഏതാ? താമരശ്ശേരി ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി എന്നാണ് പേര്, പക്ഷെ കോഴിക്കോടാ. താമരശ്ശേരി ചുരത്തിലൂടെ നമ്മൾ വയനാടിൽ മുത്തങ്ങയിലേക്ക് പോയി. അവിടെ മുത്തങ്ങ വയനാടാണ്. അവിടെ നിന്ന് നിങ്ങൾ കഥ ഉണ്ടാക്കുക.
ആറളം കണ്ണൂർ, കൊട്ടിയൂർ കണ്ണൂർ, കരിമ്പുഴ മലപ്പുറം. ഓർത്തു വയ്ക്കുക. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കരിമ്പുഴ. നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പോകാം. കഥയൊക്കെ ഇഷ്ടപ്പെട്ടാൽ പറയുക, എത്ര കഥകൾ നിങ്ങൾ ഉണ്ടാക്കുക, കഥകൾ നമ്മൾ ഓർമ്മിക്കും. കാരണം മെമ്മറീസ് ആർ കണക്ഷൻസ്. പലപ്പോഴും ഓർമ്മകൾ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റോറികളിൽ വികാരങ്ങളുണ്ട്. വികാരങ്ങൾ കൂട്ടിക്കലർത്തുക. നിങ്ങളൊരു കഥയുണ്ടാക്കുമ്പോൾ അതിനെ അതിശയോക്തി കലർന്ന കഥയാക്കി മാറ്റുക. നന്നായി തള്ളുക, നല്ലതാണ്. ഡൈവേർജൻ്റ് ആയിട്ട് തോട്ട് ചെയ്യുക. അത് ഒരു സിനിമാറ്റിക് ആക്കി മാറ്റുക. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സംയോജിപ്പിക്കണം. ആന ചിഹ്നം വിളിച്ചു എന്ന് നിങ്ങൾ കഥയുണ്ടാക്കുകയാണെങ്കിൽ ആനയുടെ ചിഹ്നം വിളി നിങ്ങൾ ചെവിടിൽ കേൾക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളെയും സമഗ്രമായി സംയോജിപ്പിച്ചുകൊണ്ട് ഇമേജറികൾ നിറച്ച് നിങ്ങളൊരു കഥയുണ്ടാക്കിക്കോ. നിങ്ങൾ മറക്കില്ല. ഒറ്റത്തവണ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അനുഭവത്തിലൂടെ കടന്നു പോകണം. അതിൽ അതിശയോക്തികൾ വേണം. ചെറിയ കോഴി ചെറുതാണെങ്കിൽ അതിനെ വലുതാക്കണം. മല വലുതാണെങ്കിൽ അതിനെ ചെറുതാക്കണം. ഫാൻറ്റസികളായിട്ടുള്ള രൂപങ്ങളോ നമ്മുടെ കഥയിലേക്ക് പറന്നു വരണം. കൂടുതൽ എന്തായിരിക്കണം, അത് എന്താ പറയുക, ഒരു മാജിക് റിയലിസം നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ പഠിക്കുന്നത് രസകരമായിട്ട് മാറും. പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും. പലരും എങ്ങനെയാണ് ഓർമ്മിക്കാനുള്ള വഴി എന്ന് ചോദിക്കാറുണ്ട്. ഓർമ്മ മാത്രമല്ല, രസവും നിൽക്കും. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളുമുണ്ട് ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കാൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റ് കൺവർസേഷൻ രീതിയും. ഇതേവരെ പ്രിലിംസ് ചോദ്യങ്ങൾക്ക് വന്നിട്ടില്ല, പക്ഷെ വന്നേക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന എക്സിറ്റ് കൺവർസേഷൻ രീതിയും നിലവിലുണ്ട്. എക്സിറ്റ് കൺവർസേഷനാണ് നമ്മൾ കണ്ട സുവോളജിക്കൽ ഗാർഡനും ബൊട്ടാണിക്കൽ ഗാർഡനും ജീൻ ബാങ്കുകളും ഒക്കെ. ഓർമ്മയുണ്ടോ? എവിടേക്കാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത്? തിരുവനന്തപുരത്തും തൃശ്ശൂരും. ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്? രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടാതെ എവിടെയാ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്? കോഴിക്കോട് ഒളവണ്ണയിൽ മലബാർ ബൊട്ടാണിക്കൽ. ജീൻ എവിടെയുള്ളത്? ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഇങ്ങേയറ്റത്ത് രാജീവ് ഗാന്ധി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ തലമുറയിൽ പ്രധാനമന്ത്രിയായ ഒരാളാണ് ആര്? രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ് സോണിയാഗാന്ധി. അത് നമുക്ക് പിന്നെ ആ തലമുറയാണെന്ന് പറയാൻ പറ്റില്ല, റിലേഷൻ ഉണ്ട്. അങ്ങനെ ഓർത്ത് നോക്കി. അപ്പം രാജീവ് ഗാന്ധി ബയോടെക്നോളജി എന്നോർത്ത് വെച്ചാലും മതി. ബയോടെക്നോളജി അല്ല, എന്താ അതിൻ്റെ പേര്? എവിടെയാ? തിരുവനന്തപുരം. ഇതൊക്കെ എന്താണ്? എക്സിറ്റ് കൺസർവേഷനാണ്. അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ നിന്നാണ് വന്യജീവി സങ്കേതങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതിന് പുറത്ത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന എക്സിറ്റ് കൺവർസേഷനുകളുമുണ്ട്. ഓക്കെ, ഇനി ഇൻസിറ്റ് കൺവർസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾക്ക് സൗജന്യ ക്ലാസുകൾ കൂടാതെ 2025 വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ, എങ്ങനെ വ്യത്യസ്ത തസ്തികകളിലായിട്ട് 20,000-ലധികം ഒഴിവുകൾക്കായി കേരള PSC 2025 നോട്ടിഫിക്കേഷൻ വരും. ആ എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരുങ്ങാം. ഒക്കെ 10th ലെവലാണ്. ആ എക്സാമുകൾക്കൊക്കെ ഒരുങ്ങാൻ ഒരൊറ്റ കോഴ്സ്. എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. 1 വർഷത്തെ കാലാവധിയുള്ള ഈ കോഴ്സിൽ ഞാൻ തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ്. ക്ലർക്കും പ്യൂണും പ്രിൻസിപ്പളും ഒക്കെ തന്നെ PSCയുടെ കാര്യത്തിൽ ഈ സ്ഥാപനത്തിൽ ഞാനാണ്. പിന്നെ ഞങ്ങൾ മാത്സ് എടുക്കുന്നത്, മാത്സും ഞാൻ എടുക്കുന്നുണ്ട്, ഞാനും എൻ്റെ മിസ്സിസും. ഇതാണ് വിൻഡോ വെച്ചു എന്ന് പറയുന്നത്. സംതൃപ്തരായ ഞങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 700-ലധികം കുട്ടികളുണ്ട്. PSCക്ക് എല്ലാ ബാച്ചുകളിലും കൂടിയായിട്ട് കുറച്ച് കുട്ടികളുണ്ട്. അതിലിപ്പോൾ ഈ മാസം തന്നെ 42-ലധികം കുട്ടികൾ ചേർന്നിട്ടുണ്ട്. 42 അല്ല, 42ഉം ഒരു 26, 10-68 കുട്ടികൾ മൊത്തം ഈ മാസം പല കോഴ്സുകളിലായിട്ട് ചേർന്നുണ്ട് PSCയുടെ. അതിലെ ഒരു കോഴ്സാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ
ഈ ക്ലാസ് എന്ന് പറയുന്നത്. 499 രൂപയ്ക്ക് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും, ഡെയിലി എക്സാം കിട്ടും, അതിൽ ലൈവ് ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റുകളുണ്ട്, PDF നോട്ടുകളുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഡെയിലി ലേണിംഗ് പ്ലാൻ, ഡെയിലി എക്സാംസ്, ഡെയിലി ഇന്നത് പഠിക്കണം എന്നുള്ളത് ആ ഫോൾഡറിൽ ഉണ്ടാവും. ഇനി സബ്ജക്റ്റ് വൈസ് പഠിക്കണമെങ്കിൽ ആ സബ്ജക്റ്റ് വൈസ് പഠിക്കാനുള്ളതുണ്ടായിരിക്കും. ഓരോ 10 ദിവസം കൂടുമ്പോഴും ഞാനെത്തും, നിങ്ങൾക്കൊരു ഡയറക്ഷൻ ലൈവായിട്ട് തന്നെ തരും. 499 രൂപ അഫോർഡബിൾ പ്രൈസിൽ, ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ചേരാം. 499 രൂപ മാത്രമേ ഉള്ളൂ. PSC 2025 ഒരു സർക്കാർ ജോലി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ 10th ലെവൽ എക്സാമുകൾക്ക് മാത്രം. മറ്റൊന്നാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ്സുകൾ നമ്മൾ 1200 രൂപ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വെറുതെ ലൈവ് ക്ലാസ് എടുക്കല്ല, ഒരാൾ സംശയം ചോദിച്ചാൽ അത് അവസാനം വരെ പറഞ്ഞു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അതിലേക്ക് എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1200 രൂപ വരും. മറ്റൊരു നമ്മുടെ കോഴ്സാണ്, അതിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്നെ കാണാം, നമുക്ക് സംസാരിക്കാം, നമ്മൾ നിങ്ങളുടെ സംശയങ്ങൾ അവസാനം വരെ തീർക്കും. മറ്റൊന്നാണ് നമ്മുടെ ഗോൾഡൻ ബാച്ച്. ഈ നേരത്തെ പറഞ്ഞ കോഴ്സുകളിലൊക്കെ തന്നെ എല്ലാ സിലബസും കവർ ചെയ്യും. ഇവിടെ മെൻറ്ററിംഗ് ഉണ്ട്. മെൻറ്ററിംഗ് എന്ന് പറഞ്ഞാൽ തീർത്തും ശാസ്ത്രീയമായ മെൻറ്ററിംഗ് ആണ്. ഒരു 4 മണിക്കൂർ നേരത്തേക്ക് നിങ്ങളെ ദിവസവും പഠിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ആ ഹാബിറ്റ് ട്രാക്കർ നിങ്ങളെ 1.5 മാസം കൊണ്ട് മിനിമം നിങ്ങൾ 4 മണിക്കൂർ പഠിച്ചിരിക്കും. നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും സമയം ഞങ്ങൾ ഉണ്ടാക്കി തരും ടൈം മാനേജ്മെൻറ്റിലൂടെ. അതിന് ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മ 10 ഇരട്ടി വേഗത്തിലാക്കാനുള്ള സംവിധാനം അതിലുണ്ട്. ഇതൊക്കെ വെറുതെ ക്ലാസ് എടുത്ത് തരികയല്ല, നിങ്ങളെ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അങ്ങനെയാക്കി മാറ്റും. അതുകൂടാതെ നമ്മൾ അതിൽ കൊണ്ടുവരുന്നതാണ് സ്ട്രെസ്. നിങ്ങൾ പഠനകാലത്തോ പരീക്ഷ എഴുതുമ്പോഴോ നിങ്ങളുടെ സ്ട്രെസ്സിനെ നമ്മൾ എയർ ഔട്ട് ചെയ്യും. സ്ട്രെസ് ഇല്ലാതെ രസകരമായ ഒരു യാത്രയായിട്ട് പോകാം. നമുക്ക് 10 മൊഡ്യൂളുകളിൽ +3 മൊഡ്യൂള് 13 മൊഡ്യൂളുകളിലായി 150 യൂണിറ്റുകളായിട്ടാണ് ക്ലാസ്. ആ 150 യൂണിറ്റുകൾ നിങ്ങളെ കൊണ്ട് പൂർത്തിയാക്കിച്ചിരിക്കും. ആ 150 യൂണിറ്റുകൾ പൂർത്തിയാക്കുന്നതോടെ ഏത് 10th ലെവൽ എക്സാമിനും നിങ്ങൾ ഉയർന്ന റാങ്കിലെത്തും. അങ്ങനെയുള്ള 100 ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം. ബാക്കി 2 കോഴ്സിനും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാം. ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ എന്നെ വിളിക്കരുത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ തമ്മിൽ സംസാരിച്ച് ഞാൻ എന്താണ് അറിഞ്ഞ് നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ പരസ്പരം അറിഞ്ഞതിന് ശേഷമേ കയറാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഈ കോഴ്സിന് 42 ആളുകൾ ചേർന്ന് കഴിഞ്ഞു. ഇനി 58 ആളുകൾക്ക് മാത്രമാണ് അഡ്മിഷൻ. 58 ആളുകൾ കൂടി ചേർന്നാൽ ഓരോരുത്തരും ഓരോ ബാച്ചാണ്. നിങ്ങൾ ഇന്ന് തുടങ്ങിയാൽ ഇന്ന് നിങ്ങളുടെ ക്ലാസ് ആരംഭിക്കും. ഓക്കെ, കാരണം ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകളല്ല, ഓരോരുത്തരെയും ഓരോ ബാച്ചായി അവരുടെ ശക്തി സ്പോട്ട് അനാലിസിസ് ഉണ്ട്, നമ്മുടെ സ്മാർട്ട് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, കോമ്പസ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്. കൃത്യമായി നിങ്ങളെ പഠനത്തിൻ്റെ ദിശയിൽ ഒരുക്കിക്കൊണ്ട് 2025 നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൻ്റെ സവിശേഷത. 8000 രൂപയാണ് ഞങ്ങൾ കോഴ്സ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 5000 രൂപയ്ക്കാണ്, 5500 രൂപയ്ക്കാണ്. അത് ഇപ്പോൾ ചേരുമ്പോൾ നിങ്ങൾക്ക് 4999 രൂപയ്ക്ക് ലഭിക്കും ഒരു വർഷത്തേക്ക് വിത്ത് മെൻറ്ററിങ്. ഓക്കെ, മെൻറ്ററിങ് ഉള്ള PSC കോഴ്സുകൾക്ക് നിലവിൽ 15000 തൊട്ട് 20000 രൂപ വരെ, അതൊരൊറ്റ കോഴ്സിനൊക്കെയാണ്. നമ്മളെല്ലാ കോഴ്സുകൾക്കും കൂടിയിട്ടാണ് 10th ലെവൽ, അതും ഫൗണ്ടേഷൻ അല്ല. അപ്പം നിങ്ങൾ ചോദിക്കും 1500-നും 1400-നും ചില കോഴ്സുകൾ കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. അതാണ് നമ്മുടെ 1200 കോഴ്സ്. അതിലും മെൻറ്ററിങ് ഉണ്ട്. 10 ദിവസം കൂടുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടും. ഇതല്ല, ഇതൊരു ഫാമിലിയാണ്, ഇതൊരു കുടുംബമാണ്, ഒരു യാത്രയാണ്. 2025 സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നീങ്ങുന്ന നിശ്ചയദാർഢ്യമുള്ളൊരു സംഘത്തിൻ്റെ, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ യാത്രയിൽ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് 2 പേർക്കും പരസ്പരം സമ്മതമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ 4999 രൂപ നീട്ടിയത് കൊണ്ട് മാത്രം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല, അതിന് ചില കണ്ടീഷൻസും കൂടിയുണ്ട്. നിങ്ങൾക്ക് ജോലി ചെയ്യണം എന്നാണ് ഞാൻ പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം, നിങ്ങളുടെ വീട്ടിലെ തിരക്ക് കാണണം, അതിനിടയിലൊക്കെ നമുക്ക് സമയം കണ്ടെത്താം. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. ക്ലാസ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അപ്പോൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതായിരുന്നു. 2 തരത്തിലുള്ള എന്തുണ്ട്,
2 തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അതൊന്നാണ് ഇൻസിറ്റ് കൺസർവേഷൻ, ഒന്നാണ് എക്സിറ്റ് കൺസർവേഷൻ. ഒന്ന് ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത്, ഒന്ന് ആവാസ വ്യവസ്ഥയിൽ തന്നെ. ഇൻസിറ്റ് കൺസർവേഷൻ, വന്യജീവി സങ്കേതങ്ങൾ. ഇൻസിറ്റ്, നമ്മൾ നേരത്തെ എക്സിറ്റ് ആണ് പഠിച്ചത്. ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളും വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണിവ. പേപ്പാറുണ്ട്, പെരിയാറുണ്ട്, വയനാടുണ്ട്. അങ്ങനെ നേരത്തെ കണ്ട 18 വന്യജീവി സങ്കേതങ്ങൾ. ഏറ്റവും അവസാനം വന്നത് കരിമ്പാറ, ഏറ്റവും ആദ്യം വന്നത് പെരിയാർ. ഏറ്റവും അവസാനത്തെ വന്യജീവി സങ്കേതം കരിമ്പാറയും ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറുമാണ്. നാഷണൽ പാർക്കുകളുണ്ട്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി. അപ്പൊ ദേശീയ പാർക്കുകൾ, കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ 5 എണ്ണമാണെന്ന് അറിയാലോ. പണ്ട് വനം വകുപ്പിന്റെ ഇതിൽ 6 എണ്ണമായിരുന്നു. ഇപ്പോൾ അത് 5 എണ്ണമാക്കി അവരും മാറ്റിയിട്ടുണ്ട്. SCRT ബുക്കിലും 5 എണ്ണമാണ്. പക്ഷെ വനം വകുപ്പിൽ 6 എണ്ണം ചേർത്തിരുന്നു. അന്ന് കാലത്ത് അതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ആ പാർക്കുകൾ എന്ന് പറയുന്നത് ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. അതിൽ ഇരവികുളവും ആനമുടിച്ചോലയും മതികെട്ടാൻചോലയും പാമ്പാടുംചോലയും ഒക്കെ ചോലയാണ്. ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല, ഇരവികുളം. ഇതെല്ലാം തന്നെ എവിടെയാണ്? ഇത് 4ഉം ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി മാത്രമാണ് എവിടെയുള്ളത്? പാലക്കാട് ജില്ലയിലുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ വനം മാത്രമല്ല ഇടുക്കിയിലുള്ളത്, ഏറ്റവും വലിയ ജില്ല മാത്രമല്ല ഇടുക്കി, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉള്ളതും ഇടുക്കിയിലാണ്. ഓക്കെ, അതൊക്കെ തന്നെ ഇടുക്കിയിലാണ്. മറ്റൊന്നാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ അറിയാതെയല്ലേ പഠിച്ചിരുന്നത്. പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞു പഠിച്ചാൽ PSCക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ളത് അറിഞ്ഞു പഠിച്ചാൽ മതി. പൊതുജന പങ്കാളിത്തമുണ്ട് അവിടെ, കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതിനൊരു ഉദാഹരണമാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ഓർത്തു വെച്ചോളൂ, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്നു കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ഇനി ബയോസ്ഫിയറുകളുണ്ട്, ബയോസ്ഫിയർ റിസർവുകൾ. ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും എന്താണ്, അതാണ് നോക്കേണ്ടത്, ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക. ആവാസ വ്യവസ്ഥ, ജൈവ വൈവിധ്യം, ജനിതക സ്രോതസ്സുകൾ. വിപുലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ. അപ്പോൾ ഒരു ബയോസ്ഫിയറിലായിരിക്കും ഈ വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ ദേശീയ പാർക്കുകളൊക്കെ ഉണ്ടാവുക. ദേശീയ പാർക്കിലാകുമ്പോൾ വന്യജീവികൾ കൂടാതെ അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ, അവിടുത്തെ ഭൗമ സവിശേഷതകളൊക്കെ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ബയോസ്ഫിയർ ആകുമ്പോൾ അതിനെ ഒരൊറ്റ ആവാസ വ്യവസ്ഥയായി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിലെ പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ്? നീലഗിരി, അഗസ്ത്യമല. ഓർത്തിരിക്കുക. ഇനി കാവുകളുണ്ട്. എന്താ? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ്. അപ്പൊ ഇതിലൊക്കെ ഏറ്റവും കുറവുള്ള ജൈവ വൈവിധ്യ മേഖലയാണ്. പരമ്പരാഗതമായി തന്നെ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഇപ്പൊ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി, അല്ലേ? നമ്മുടെയൊക്കെ വീടുകൾ, ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കാവുകളുണ്ട്, അല്ലേ? നമ്മൾ ജനിച്ച വീട്ടിൽ തറവാട്ടിലൊരു കാവുണ്ടായിരിക്കും, നമ്മുടെ തറവാട്ട് അമ്പലം ഉണ്ടായിരിക്കും, അതിന് തൊട്ടടുത്തൊരു കാവുണ്ടായിരിക്കും, അല്ലേ? ആ കാവുകളിലൊക്കെ നമുക്ക് വലിയ പേടിയാണ്, അല്ലേ? രാവിലെ കുളി കഴിയുന്നു, അല്ലേ? ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ അവിടെ ഒന്ന് തൊഴുതു പോരും. അധിക ദിവസങ്ങളിലും അമ്മയോടൊപ്പം പോകുന്നു അവിടെ, അല്ലേ? അവിടെ കാവുകളുണ്ടാവും. ആ കാവുകളിൽ പഴയ കാലത്താണെങ്കിൽ അതിൽ വലിയ കാവുകൾ, മൂങ്ങിയൊക്കെ മൂളും രാത്രി. അമ്പർന്ന് കേൾക്കുമ്പോൾ നമുക്ക് പുറത്ത് പേടി. അതുപോലെ കാലം കൂടി, പല അന്ധവിശ്വാസങ്ങളുള്ള കാലമാണല്ലോ ഒന്ന്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം. നിങ്ങൾക്കത് അത്രമാത്രം ഉണ്ടോ എന്നറിയില്ല. അവിടെ കാവുകളൊക്കെ ഉണ്ട്. പക്ഷെ കാവുകളിൽ നിന്നിപ്പം അവിടെ അതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ നിന്നും ഇപ്പൊ കൂമ മൂളുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മൂളുന്നുണ്ടാവും, നമ്മൾ കേൾക്കാറില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. അതാണ് കാവിന്റെ പങ്ക്. അപ്പൊ തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഓർത്തിരിക്കുക,
തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണിവ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലകളാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവയാണ്. എന്താ അപ്പോൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞാൽ? തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്ന ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതാണ്. ജൈവ സമ്പന്ന മേഖലയാണ്. അങ്ങനെ 33 ഹോട്ട്സ്പോട്ടുകളാണ് ലോകത്തിൽ. 34 ഹോട്ട്സ്പോട്ട് ഉണ്ട് ലോകത്ത്. അതിൽ 3 ഇന്ത്യയിലാണ്. 1 കേരളവും കൂടി ഉൾപ്പെടുന്നു. പശ്ചിമഘട്ടം ഒന്നാണ്, വടക്ക് കിഴക്കൻ ഹിമാലയം ഒന്നാണ്, ഇന്തോ ബർമ മേഖല എന്നിവയാണവ. ഇന്തോ ബർമ മേഖല, വടക്കു കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം 1500 കിലോമീറ്റർ നീളത്തിൽ കേരളം തൊട്ട് ഗുജറാത്ത് വരെ, കേരളമല്ല തമിഴ്നാട് തൊട്ട് ഗുജറാത്ത് വരെ എന്ന് പറയണം. തമിഴ്നാട് തൊട്ട് ഗുജറാത്ത് വരെ 1500 കിലോമീറ്റർ നീളത്തിൽ 1.25 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ജൈവസമ്പന്നമായ ജൈവ വൈവിധ്യമുള്ള ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ റേച്ചൽ കേഴ്സിനെ കുറിച്ച് പഠിച്ചല്ലോ. റേച്ചൽ കേഴ്സിന്റെ പുസ്തകം ഏതാ? സൈലന്റ് സ്പ്രിംഗ് അല്ലേ? അമേരിക്കയിൽ 1962 സൈലന്റ് സ്പ്രിംഗ് രചിക്കപ്പെടുന്നത്, നിശബ്ദ വസന്തം. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതുമായി ബന്ധപ്പെട്ട ആ പാഠപുസ്തകത്തിൽ തന്നെ വരുന്നതാണ് ഈ 2 അപ്പൊ ലോകത്തിലുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ഓർക്കണം. അതോടൊപ്പം നിങ്ങൾ ഓർക്കേണ്ടതാണ് കുറ്റിപ്പുറം പാലം. കേരളത്തിലെ ആദ്യത്തെ പാരിസ്ഥിതിക കവിത എന്നറിയപ്പെടുന്നത് കുറ്റിപ്പുറം പാലമാണ്. 1962 നിശബ്ദ വസന്തം രചിക്കപ്പെടുന്നതെങ്കിൽ 1954 ലോകത്ത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പിച്ച വെച്ച് തുടങ്ങുന്നതിന് മുമ്പേ പൊന്നാനിക്കാരനായ ഇടശ്ശേരി അല്ലേ, ഇടശ്ശേരിയുടെ കവിത ഓർക്കുമ്പോൾ നിങ്ങൾ പൂതപ്പാട്ട് ഓർക്കണം അല്ലേ? പൂതപ്പാട്ടൊക്കെ വളരെ പ്രസിദ്ധമാണ് കേട്ടോ. അങ്ങനെ കവികളുടെ കവിതകളൊക്കെ ചിലതൊക്കെ ഓർത്തു വെക്കാനുണ്ട്, ചോദിച്ചിട്ടുണ്ട് 10th പ്രിലിംസിന് 1-2 തവണ. അതുകൊണ്ട് അത് ചിലതൊക്കെ ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ടത് കുമാരനാശാന്റെ ഏതാണ്? ഇടശ്ശേരിയുടെ ഓർമ്മിക്കേണ്ടതാണ് പൂതപ്പാട്ട്. കേട്ടിട്ടില്ലേ അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ കേൾക്കണം, സമാധാനമായിട്ടിരിക്കുമ്പോൾ കേട്ടോ. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, താഴത്തും വെച്ചില്ല തലയിലും വെച്ചില്ല ഓമനക്കുട്ടിനെ നങ്ങേലി. പൂതപ്പാട്ട് എന്ന് പറയുന്ന ഇടശ്ശേരിയുടെ കവിത. ഇടശ്ശേരിയുടെ മറ്റൊരു കവിതയാണ് കുറ്റിപ്പുറം പാലം, പാരിസ്ഥിതിക കവിതയാണ്. ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകുന്ന ഒരു പരിപാടി ഉണ്ടായി. ഹോമിയോ തരംഗ നിൽക്കുന്ന സമയമാണ്. കുറ്റിപ്പുറത്താണ് ഒരു ഹോമിയോ ഡിസ്പെൻസറി വരുന്നത്. അപ്പോൾ ബസ് കയറിയിട്ടാണ് പോവുക. വളരെ ചെറുപ്പത്തിൽ, ഞാനൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ, ചെറിയ ഓർമ്മയാണ്. 52 വയസ്സായി. എൻ്റെ അമ്മയ്ക്ക് അതിനേക്കാട്ടിലും വയസ്സാണ്. എൻ്റെ അമ്മയുടെ ഒരു 48-49 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പം എൻ്റെ അമ്മയുടെ വയസ്സ് നിങ്ങൾക്കൊന്നും അറിയാലോ. അപ്പോൾ അവരുമായിട്ട് ഞാൻ എന്നെയും കൂട്ടിയിട്ടാണ് പോവുക. ചെറിയ ആൾ ഞാനുമായിട്ട് പോകുന്നു. കുറ്റിപ്പുറത്തെത്തുമ്പോൾ അമ്മയ്ക്ക് സീറ്റ് ഉണ്ടാവും എന്തായാലും. എനിക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടും. നാടൻ ബസ്. അവിടെ പോകുമ്പോൾ കുറ്റിപ്പുറത്ത് എത്തുന്നതിന് മുമ്പാണ്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കുറ്റിപ്പുറം. കുറ്റിപ്പുറത്ത് എത്തുന്നതിന് മുമ്പ് എൻ്റെ അമ്മ നീക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി തൊഴുന്നത് കാണാം. അമ്മ മാത്രമല്ല, അന്ന് അങ്ങനെ പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ തൊഴുന്നത് കാണാം. അതാണ് മല്ലൂരത്തേവർ. മല്ലൂർ ഒരു ശിവനുണ്ട്. ആ ശിവനെ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് നോക്കി കാണുക. ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾ, ഇത് പൊന്നാനിക്കാരാണെങ്കിൽ ആരാണെങ്കിലും ഇത്രയും ശക്തിയുള്ള ആളാണെന്നാണ്, മുൻകോപിയാണ്, പ്രസാദിച്ച വലിയ കാര്യവുമാണ്. ആ മല്ലൂരെ ശിവനെ വണങ്ങിയാണ് പുഴ പോയിരുന്നത്. ആ പുഴയ്ക്ക് മുകളിലൂടെയാണ് ഒരു പാലം വരുന്നത്, കുറ്റിപ്പുറം പാലം. ആ കുറ്റിപ്പുറം പാലം കണ്ടെഴുതിയ കവിതയാണ് ഇടശ്ശേരി. ഇടശ്ശേരി കുറ്റിപ്പുറം പാലം. കുറ്റിപ്പുറം പാലം വന്നപ്പോൾ ഇടശ്ശേരി പറയുകയാണ്, ഇനി മല്ലൂരത്തേവരും തെരുവു ദൈവം. ആരാധനയോടുകൂടെയും വളരെ വലിയ ബഹുമാനത്തോടു കൂടിയും നോക്കിയിരുന്ന ആ ശിവനേക്കാൾ വലുതായി അദ്ദേഹത്തിന് കുറ്റിപ്പുറം പാലം തോന്നുകയാണ്. അവിടെ കുറേ പറയുന്നുണ്ട്. അതിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത്, അമ്പ പേരാറെ നീ ഒരു അഴുക്കൂചാലായി പോകുമോ എന്ന് അദ്ദേഹം അതിൽ വ്യാകുലതയോടെ പാടുന്നുണ്ട്. പരിചയമുള്ള ആളുകളൊക്കെ തന്നെ ഇനി അന്യദേശക്കാരാകുമെന്നും അടുപ്പമുള്ളവരൊക്കെ തന്നെ അന്യദേശത്താകുമെന്നും കവി ഭാവനയിൽ കാണുന്നുണ്ട്. ഓക്കെ,
ഞാൻ പറഞ്ഞു എന്ന് മാത്രം, പരിസ്ഥിതി കവിതയാണ് ഇടശ്ശേരിയുടേത്. അപ്പോൾ ഇവിടെ നോക്കാം, IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്നാണ് IUCN. ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. മറ്റൊന്നാണ് WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയവയാണ് WWFന്റെ ലക്ഷ്യങ്ങൾ. ഈ സംഘടനയുടെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡാണ്. രണ്ടും സ്വിറ്റ്സർലൻഡാണ്, ഓർത്തിരിക്കുക, വന്നേക്കാം. മറ്റൊന്നാണ് റെഡ് ഡാറ്റ ബുക്ക്. ചോദിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കപ്പെടുന്നു. ഇതാണ് റെഡ് ഡാറ്റ ബുക്ക്. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനാണ് റെഡ് ഡാറ്റ ബുക്ക് ഉപയോഗിക്കുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അല്ല. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാറിന്റെ പഴയ പേരാണ്. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതവും പെരിയാറാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെറ്റാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? അത് പറമ്പിക്കുളമാണ്. പാലക്കാടുള്ള പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. പെരിയാറിന്റെ പ്രത്യേകത ആനയ്ക്കും കടുവയ്ക്കുമാണ്. കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്, ആനയുടേതും കൂടിയാണ് പെരിയാർ, ഓർത്തിരിക്കുക. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തനുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റ് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് തെറ്റ്. 1ഉം 3ഉം തെറ്റാണ്. നോക്കൂ, വിശദമായി പഠിച്ചു പോകണം. 10th പ്രിലിംസിന് വന്യജീവി സങ്കേതം എന്നർത്ഥം. ഗാദി ബോർഡ് LDC പ്രിലിംസിന് ചോദിച്ചതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയാണ്. 1934 ഈ സാങ്ച്വറി സ്ഥാപിച്ചത്. അത് തിരുവിതാംകൂർ രാജാവായിരുന്നു. ആ തിരുവിതാംകൂർ രാജാവായിരുന്ന തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഗെയിം ഓർക്കുക, ബാലനെ ഓർക്കുക. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേടാണ്, ഓർത്തിരിക്കുക. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. പെരിയാർ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950 ഗെയിം സാങ്ച്വറി ആയിട്ട് നിലവിൽ വരുന്നത് 1934 ബാലരാമവർമ്മയാണ് അത് അങ്ങനെ ആക്കിയത്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്, ഏറ്റവും ആദ്യത്തെ വന്യജീവി സങ്കേതമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഓരോ പ്രദേശത്തുമുള്ള പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കണം. മുത്തങ്ങയ്ക്ക് ആനയാണ്. പറമ്പിക്കുളം കടുവയും പോത്തുമുണ്ട്. പറമ്പിക്കുളത്ത് കടുവയും ഉണ്ട്, പോത്തുമുണ്ട്. ചിന്നാർ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും. ഓർത്തു വെച്ചോ, ചിന്നാർ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും. അന്നാ ഉത്തരം എഴുതണം നിങ്ങൾ. ഇരവികുളം വരയാടാണ്. മംഗളവനം കടവാവലുകൾ മറക്കണ്ട, മംഗളവനം കടവാവലുകളാണ്. ചൂലന്നൂർ മയിലാണ്, ചൂളം വിളിക്കേട് മയിലിന്റെ ചൂലന്നൂർ. പക്ഷിപാതാളം ചിത്രകൂടൻ പക്ഷി വയനാട്. മുത്തങ്ങ ആന, പറമ്പിക്കുളം കടുവ, ചിന്നാർ ചാമ്പൽ മലയണ്ണാൻ, ഇരവികുളം വരയാട്, മംഗളവനം കടവാവലുകൾ, ചൂലന്നൂർ മയിൽ, പക്ഷിപാതാളം ചിത്രകൂടൻ പക്ഷി. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാ? നമ്മൾ ആ ചെന്തരുണിയുടെ പിറകിൽ കയറിയ ഒരു മരത്ത് കയറിയില്ലേ? കേരളത്തിൽ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. കേരളത്തിൽ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് കുറിഞ്ഞി വന്യജീവി സങ്കേതം. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു പക്ഷിയുടെ പേരിൽ, ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. ഓർക്കുക. അപ്പൊ രണ്ടും ഓർത്തു വെക്കുക. ചെന്തരുണി കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ്.
പെരിയാർ കടുവാ സങ്കേതം കൂടിയാണ്. എവിടെ നിലകൊള്ളുന്നു? ഇടുക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് വന്യജീവി സങ്കേതങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ? തിരുവനന്തപുരം. ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം സഫാരി പാർക്ക് ഉണ്ട് അല്ലേ? സിംഹത്തിന്റെ സഫാരി പാർക്ക് ഉണ്ട്, തെക്കേ അറ്റത്തെയാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് അല്ലേ? പ്രസിദ്ധനായിട്ടുള്ള നമുക്കറിയാം വന്യജീവി പ്രവർത്തകനാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക് അല്ലേ? അദ്ദേഹത്തിന്റെ വീഡിയോ കാണാത്തവരാരുണ്ടാവില്ല, ഡോക്യുമെന്ററി ഒന്നും കാണാത്തവരാധികം ഉണ്ടാവില്ല. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കാണ്. മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. തെക്കുള്ളതാണ്. സ്റ്റീവ് ഇർവിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ലയൺ സഫാരി പാർക്കാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറും പേപ്പാറും ചെന്തരുണിയും. ഓർത്തിരിക്കുക. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലയിൽ വന്ന ഉദ്യാനം, ആദ്യ ഉദ്യാനം, ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്ന ഉദ്യാനം, അതാണ് കുറിഞ്ഞിമല. കുറിഞ്ഞിമല ദേശീയ ഉദ്യാനം. ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് കുറിഞ്ഞിമല എന്ന് പറഞ്ഞാൽ? നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കലാ പൂക്കുക. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നാമം ചോദിച്ചിട്ടുണ്ട്. സ്ട്രോബിലാന്തസ് കുന്തിയാന. എളുപ്പമല്ലേ പേര്? സ്ട്രോബിലാന്തസ് കുന്തിയാന. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. മഴ പെയ്യാത്ത സ്ഥലം, അധികം മഴ പെയ്യില്ല. പശ്ചിമഘട്ടത്തിൽ ആ മഴയെ തടുത്തു നിർത്തി മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോവില്ലല്ലോ. ആ മഴനിഴൽ പ്രദേശത്തുള്ളതാണ് ചിന്നാർ. എന്താണ് വന്യജീവി സങ്കേതത്തിന്റെ പേര്? ചിന്നാർ. ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ. വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അപ്പൊ ചിന്നാർ എന്ന് പറഞ്ഞാൽ ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്നു, വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം കാണപ്പെടുന്നു, അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നു. ഇതൊക്കെ തന്നെ ഏതാണ്? ചിന്നാർ ആണ്. ഇതെല്ലാം തന്നെ ചിന്നാറാണ്. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതാണ് അടുത്തത്. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കരിമ്പുഴ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. ഏറ്റവും അവസാനത്തെ വന്യജീവി സങ്കേതം 2019 ജൂലൈ 6-ാം തീയതി വന്യജീവി സങ്കേതമായി എന്ത് ചെയ്യപ്പെട്ടു? പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാ ശരി? അതിൽ ഒന്നും രണ്ടും മാത്രമാണ്. 2019 2020 കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ എന്ന് പറയുന്നത്. 2020 ഇപ്പം അത്ര മാത്രം പ്രാധാന്യമില്ല, ഡേറ്റ് ഒന്നും ഓർത്തു വെക്കേണ്ട. പക്ഷെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് ഏറ്റവും അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2020 ഓർത്തു വയ്ക്കുക. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവളയെ ഓർത്തു വയ്ക്കണം. പന്നിമൂക്കൻ തവളയാണ്. എന്താ തവളയുടെ പേര്? പന്നിമൂക്കൻ തവള. ചിന്നാരിൽ നക്ഷത്ര ആമ ഒക്കെ ഓർക്കണം, മറന്നു പോകണ്ട. തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സത്യഭാമ ബിജുവാണ്. അദ്ദേഹം കണ്ടെത്തിയ ഒരു തവള, മാവേലി തവള, നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്തം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് മാവേലി തവള. സത്യഭാമ ബിജു തവള മനുഷ്യൻ, ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഇതിനൊപ്പം ഓർത്തു വെച്ചോളൂ. തവളയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിന്ന് പറഞ്ഞതാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് അത് തെന്മലയിലാണ്. തെന്മല. ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ തേനുമായി ബന്ധപ്പെട്ടതല്ലേ, തേൻ നുകരാൻ വരുന്നതല്ലേ. അപ്പൊ തെന്മല ഓർത്തിരിക്കാം. അപ്പം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റണം. ഇവിടെ നോക്കുമ്പോൾ ചിന്നാറാണ്, ബാക്കിയൊക്കെ പക്ഷി സങ്കേതങ്ങളാണ്. ഏതെല്ലാമാണ് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ? കുമരകം കോട്ടയം, ചൂലന്നൂർ പാലക്കാട്, മംഗളവനം എറണാകുളം, കടലുണ്ടി മലപ്പുറം, അരിപ്പ തിരുവനന്തപുരം, തട്ടേക്കാട് എറണാകുളം. കോടുണ്ടാക്കൂ. നോക്കൂ. കുമാരൻ, ചൂല്, മംഗള, കടല, അരിപ്പ, തട്ടേക്കാട്. അപ്പൊ എന്താണ്? തട്ടി. ഇനി എന്താണ്? അരിപ്പ. ഇവിടെ നോക്കൂ. കുമാരൻ ചൂലുകൊണ്ട് മംഗളയുടെ കടല വറക്കുന്ന അരിപ്പ തട്ടി. കുമാരൻ ചൂലുകൊണ്ട് മംഗളയുടെ കടല വറക്കുന്ന അരിപ്പ തട്ടി. ഒരു കോഡ്, ഇങ്ങനത്തെ ഒരു കോഡ് ഉണ്ടാക്കാം. ഞാൻ ഒരു പക്ഷിയുമായിട്ട് ബന്ധപ്പെടുത്തുക, ഒരു കഥയാക്കി മാറ്റുക.
കഴിഞ്ഞു, നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഇതൊക്കെ പക്ഷി സങ്കേതങ്ങളാണ്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? പക്ഷിപാതാളം വയനാടാണ്. ഏത് തരം പക്ഷിയാണ് അവിടെ കൂടുതൽ കാണപ്പെടുന്നത്? ചിത്രകൂടം പക്ഷികൾ, അതിന് പ്രസിദ്ധമാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലി, അല്ലേ? പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണത്. ഇവിടെ ഇല്ല അല്ലേ? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ഞാൻ തന്ന ഓപ്ഷനിലില്ല, പക്ഷെ ഇത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓപ്ഷൻ എഴുതുമ്പോൾ തെറ്റിപ്പോയതാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂലന്നൂരാണ്. മയിലാണ് കേട്ടോ അവിടെ. ചൂലന്നൂരിൽ മയിലാണ് പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഓക്കെ, സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശമാണ് തട്ടേക്കാട്. അതുപോലെ തന്നെ കടലുണ്ടിയും ദേശാടന പക്ഷികൾക്ക് പ്രസിദ്ധമാണ് കേട്ടോ. കടലുണ്ടി അവിടെയും ദേശാടന പക്ഷികൾക്ക് പ്രസിദ്ധമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. കേരളത്തിൽ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത്, ഹരിത ശ്വാസകോശം മാത്രമല്ല മംഗളവനം, എറണാകുളം ജില്ലയിലാണ്, ഹൈക്കോടതിക്ക് അടുത്താണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം. ഏറ്റവും വലുത് നമ്മൾ പഠിച്ചു, പെരിയാറാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് കേട്ടോ. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. എറണാകുളം ടൗണിൽ തന്നെയാണ്. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ടാണ് മംഗളവനം. കേരളത്തിലെ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. ഈ വക്കീലന്മാർ ഉപയോഗിക്കുന്ന കോട്ട് വവ്വാലിന്റെ പോലത്തെ ഒരു സാധനമാണല്ലോ, തൂങ്ങിയിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഹൈക്കോടതിയുടെ അടുത്താണ് ഏത്? മംഗളവനം. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, കടവാവലുകൾ മംഗളവനം. പക്ഷികളെ കൂടാതെ വിവിധ ഇനം ചിലന്തികളും അവിടെ കാണപ്പെടുന്നുണ്ട്. വാവലുള്ളോർത്ത് ചിലന്തി ഉണ്ടാവും അല്ലേ? കണ്ടൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് മംഗളവനം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം. പാതിരാക്കൊക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോലയാണ്. അപ്പോൾ ഇവിടെ അല്ല, ഇത് രണ്ടും ശരിയാണ്. ഈ സൈലന്റ് വാലിയും ശരിയാണ്, ഇത് ശരിയാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ല, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം ഏതല്ല? ഇരവികുളം ദേശീയോദ്യാനമല്ല. അപ്പോൾ ഇത് രണ്ടും, ഇവിടെ 2ഉം 3ഉം മാത്രമാണ് ശരി. ബി ആണ് ഉത്തരം. ഓക്കെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അല്ല, ഉദ്യാനം ഏതാണ്? ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ആനമുടി, തെക്ക് ഭാഗത്തായിട്ട് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. വരയാട് അഥവാ നീലഗിരിദാർ തമിഴ്നാടിന്റെ ദേശീയ മൃഗമാണ്, സംസ്ഥാന മൃഗമാണ്. വരയാടിന്റെ ശാസ്ത്രീയമാരം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഓർത്തു വെച്ചോളൂ, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ്. മുന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം നോക്കൂ എത്ര പ്രാവശ്യം? ഇരവികുളം. നിശബ്ദ താഴ്വര എന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? അത് നമുക്കറിയാം, പാലക്കാട്. എത്ര തവണ ചോദിച്ചു? എത്ര തവണ കണ്ടോ? കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി. ആദ്യത്തെ ഏതാണ്? പെരിയാർ. അതിന്റെ ആദ്യത്തെ പേരെന്താ? നെല്ലിക്കാംപെട്ടി സാങ്ച്വറി. ഏതു കൊല്ലം? 1934. ആര്? ബാലരാമവർമ്മ. ഗെയിം സാങ്ച്വറി ആയിട്ട്. ഓർമ്മയില്ലേ? ഓക്കെ. 2ാമത്തേത് സൈലന്റ് വാലി, കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശം നേരിടുന്ന കുരങ്ങ് സിംഹവാലൻ കുരങ്ങ്. നമ്മളിതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. പക്ഷെ ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ്, ഓർക്കുക. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി.
കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി മാത്രമാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ദേശീയോദ്യാനം പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാടാണ്. ഓർക്കുക, മണ്ണാർക്കാട് താലൂക്കാലാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള സിംഹവാലൻ കുരങ്ങുകൾ അവിടെ മാത്രം കാണപ്പെടുന്നു. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ ഉള്ള കാരണം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. സൈലന്റ് വാലിയെക്കുറിച്ച് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിൽ മാത്രം ഒതുക്കി നിർത്തുകയാണ്. അവിടെ കുറച്ച് വിവരങ്ങൾ കൂടിയുണ്ട്, അത് കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പാമ്പാടും ചോല ഇടുക്കിയിൽ. പാമ്പാടും ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? സിംഹവാലൻ കുരങ്ങ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അവസാനം വരെ കണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി നാളെ വരാം. ഓക്കെ, കുറച്ച് ദീർഘമായ നീളമുണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇത്തരം ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കും. ഇതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമുകൾ ലഭിക്കും. താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.